നിസ്കാരത്തിൽ വരുന്ന കറാഹത്തുകളാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. നിസ്കാരം കറാഹത്താവുന്ന ചില സ്ഥലങ്ങളുണ്ട്. നേരത്തെ നിസ്കാരം തഹരീമിന്റെ കറാഹത്ത് വരുന്ന, ഹറമിന്റെ കുറ്റം ലഭിക്കുന്ന സമയങ്ങളെ കുറിച്ച് പറഞ്ഞിരുന്നു. നിസ്കാരം കറാഹത്താകുന്ന സ്ഥലങ്ങൾ: ഒന്ന്, മത്വാഫ്, തവാഫ് ചെയ്യുന്ന ഇടം. കഅബാലയത്തിന്റെ തൊട്ട് ചാരയായി തവാഫ് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. അവിടെ വെച്ച് നിസ്കരിക്കൽ കറാഹത്താണ്. കാരണം ജനങ്ങൾക്ക് തവാഫ് ചെയ്യാനുള്ള ഇടമാണ്. ജനങ്ങൾക്ക് മുന്നിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ തവാഫിന്റെ അവിടെ നിസ്കരിക്കുമ്പോൾ പ്രശ്നം മത്വാഫിൽ വെച്ച്. പക്ഷെ മഖാമ ഇബ്രാഹിം തവാഫ് കഴിഞ്ഞാൽ അവിടെ വെച്ച് സുന്നത്ത് നിസ്കരിക്കാം, അതിന് പ്രശ്നമില്ല. അതിൽ നിന്ന് എക്സെപ്ഷനാണ്. രണ്ട്, ഫീ ത്വരീഖിൻ, വഴിയിൽ വെച്ച് നിസ്കരിക്കാം. ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്ന വഴിയിൽ വെച്ച് നിസ്കരിക്കാൻ പാടില്ല, കറാഹത്താണ്. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടത് ഈ ട്രെയിൻ യാത്രയിലൊക്കെയാണ്. ട്രെയിൻ യാത്രയിലൊക്കെ ചില ആളുകൾ ബോഗിയിൽ ഇങ്ങനെ ജനങ്ങൾ പാസ് ചെയ്യുന്ന വഴിയുടെ ഭാഗത്ത് വിരിച്ച് നിസ്കരിക്കുന്നത് അറിവില്ലായ്മ കൊണ്ടാണ്. ഒന്ന് കറാഹത്താണ് എന്ന് മാത്രമല്ല, ജനങ്ങൾക്ക് അതിൽ പാസ് ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ ഇസ്ലാം വിലക്കിയ കാര്യമാണ്. ഒരിക്കലും നിസ്കരിക്കാൻ പാടില്ല. കാരണം വഴിയിലെ തടസ്സം മുഴുവനും മാറ്റിയാണ് വേണ്ടത് നമ്മൾ. അത് ഈമാനിന്റെ ഭാഗമാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ വഴിയിലൊരു തടസ്സം സൃഷ്ടിക്കാൻ പാടില്ല. അപ്പൊ ട്രെയിനിൽ നിന്ന് നിസ്കരിക്കരുത് എന്നല്ലേ പറഞ്ഞത്? നിസ്കരിക്കണം, നിസ്കരിക്കാൻ സംവിധാനമുണ്ട്. എന്ന് നിസ്കരിക്കാൻ കഴിയില്ലെങ്കിൽ ഇരുന്ന് നിസ്കരിക്കണം. ഇരുന്ന് നിസ്കരിച്ചിട്ട് പിന്നീട് അത് ഖളാ കിട്ടണം, മടക്കി നിസ്കരിക്കണം. ആ സമയത്തെ മാനിച്ചുകൊണ്ട് നിസ്കരിക്കണം. അതല്ലാതെ വഴിയിൽ തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് നിസ്കരിക്കാൻ പാടില്ല. അതിലുള്ള കാരണം ജനങ്ങൾക്ക് പോകുന്ന അവസരത്തിൽ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന്. രണ്ട്, ജനങ്ങൾ ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ നമ്മളെ ഖുശൂഅൊക്കെ നഷ്ടപ്പെടും, നമ്മളെ ശ്രദ്ധ മുഴുവൻ അവരിലായിരിക്കും. അതുകൊണ്ടാണ് വഴിയിൽ വെച്ച് മതാഫിൽ വെച്ച് നിസ്കരിക്കരുത് എന്ന് പറഞ്ഞത്. മൂന്ന്, ഫീ മഖ്ബറത്തിൻ, മഖ്ബറയിൽ വെച്ച് നിസ്കരിക്കാൻ പറ്റൂല, കറാഹത്താണ്. മഖ്ബറയിൽ നിസ്കരിക്കുക എന്ന് പറയുമ്പോൾ ഒരാൾ മരിച്ചു, അയാൾ മയ്യത്ത് നിസ്കരിക്കാൻ നമ്മൾ എത്തിയില്ല, എന്നാൽ പിന്നെ അയാളുടെ ഖബറിന്റെ അടുക്കൽ വെച്ചാണ് നിസ്കരിക്കേണ്ടത്. ആ മയ്യത്ത് നിസ്കാരത്തെ കുറിച്ചല്ല പറഞ്ഞത്. സാധാരണഗതിയിൽ ഒരാൾ വിരിപ്പ് അല്ലെങ്കിൽ മുസല്ലൊക്കെ കൊണ്ടുപോയി ശ്മശാന ഭൂമിയിൽ നിസ്കരിക്കാൻ പാടില്ല. രണ്ട് കാരണമാണുള്ളത്. ഒന്ന്, ഖബറിന്റെ മുകളിൽ വരിക എന്ന പ്രശ്നം. രണ്ട്, ആ ഖബറിനടിയിലുള്ള മയ്യത്തൊക്കെ ദ്രവിച്ചിട്ടുണ്ടാവും. അപ്പൊ നജസ്സിനെ അഭിമുഖീകരിക്കുക. ഇന്നലെ പറഞ്ഞിരുന്നു, നജസ് മുന്നിലുണ്ടെങ്കിൽ അതിനെ അഭിമുഖീകരിച്ച് നിസ്കരിക്കാൻ നിസ്കാരം കറാഹത്താണ്. അപ്പൊ രണ്ട് കാരണം കൊണ്ട് കറാഹത്ത് വന്നു ചെയ്യും. മറ്റൊന്ന്, നാല്, മസ്ബലയിൽ നിസ്കരിക്കുക. ചപ്പ് ചവറക്കിടുന്ന സ്ഥലമാണ് മസ്ബലത്ത് എന്ന് പറയുന്നത്. അഞ്ച്, ഫീ മസ്ജിറത്തിൽ, അറബശാലയിൽ വെച്ച് നിസ്കരിക്കുക. ഇത് രണ്ടും നിസ്കരിക്കരുത് എന്ന് പറയാനുള്ള കാരണം അവിടെയൊക്കെ നജസ് ഉണ്ടാവാൻ സാധ്യതയുള്ള ഇടമാണ്. എത്ര നജസ് നീക്കം ചെയ്താലും അവിടെയൊക്കെ നജസിന്റെ ഒരു സാന്നിധ്യം ഉണ്ടാവും. അപ്പൊ നജസിനെ അഭിമുഖീകരിക്കുക എന്നത് അവിടെ വരും. നജസ് ഉണ്ടായിരിക്കുക, ഉറപ്പുണ്ടായിരിക്കുക, അവിടെ നിസ്കരിക്കാൻ പറ്റില്ല. നജസ് നമ്മളെ ശരീരത്തിൽ രക്തമോ മറ്റോ ആയി നിസ്കരിച്ച നിസ്കാരം ബാത്തിലാവില്ല. അത് വളരെയധികം ശ്രദ്ധിക്കണം. അതല്ല പറഞ്ഞത്, അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ അവിടെ നിസ്കരിക്കൽ കറാഹത്താണ്. മറ്റൊന്ന്, ഫീ അംകിനത്തിൽ മആസി, ജനങ്ങൾ തെറ്റ് ചെയ്യാൻ വേണ്ടി ഒരുമിച്ച് കൂടുന്ന സ്ഥലം. ആളുകളൊക്കെ ചീട്ട് കളിക്കാൻ വേണ്ടി ഒരു സ്ഥലം തിരഞ്ഞെടുത്തു, അല്ലെങ്കിൽ വെള്ളമടിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം തിരഞ്ഞെടുത്തു. ആളുകൾക്ക് അവിടെ നിന്ന് തെറ്റ് ചെയ്യുന്ന സ്ഥലമാണ്. എന്നാൽ പിന്നെ അവിടെ എന്ത് ചെയ്യാൻ പാടില്ല? ഒരിക്കലും നിസ്കരിക്കാൻ പാടില്ല. കാരണം അവിടെ പിശാചിന്റെ സാന്നിധ്യം ഉണ്ടാകും എന്നതുകൊണ്ടാണ്. മറ്റൊന്ന്, ഫീ മനാബിദിൽ കുഫാർ, കാഫിരീങ്ങളുടെ, അവിശ്വാസികളുടെ, മറ്റുള്ള ഏത് മതക്കാരുടെയും ആരാധനാലയങ്ങൾ. അത് അവരുടെ ആരാധനാലയമാണ്. അത് ആരാധനക്ക് അവർക്ക് വിട്ടുകൊടുക്കാം. നമ്മളവിടെ പോയി നിസ്കരിക്കാൻ പാടില്ല, അത് കറാഹത്താണ്. മറ്റൊന്ന്, ഫീ ഹമ്മാമിൻ, ഹമ്മാം എന്ന് പറഞ്ഞാൽ കുളിപ്പുര. ഇന്നിപ്പോ ടോയ്ലറ്റും കുളിപ്പുരയൊക്കെ ഒന്നിച്ചാണുള്ളത്. അവിടെ നിസ്കരിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. അങ്ങനെ നിസ്കരിക്കുന്ന ആരും ഉണ്ടാവില്ല, പക്ഷെ സ്വാഭാവികമായി വന്നാലുള്ള അവസരങ്ങളാണ് ഈ പറയുന്നത്. അപ്പോ ഹമ്മാമിൽ വെച്ച് നിസ്കരിക്കുക എന്നത് കറാഹത്താണ്. അതുപോലെ ഹമ്മാമിലേക്ക് തയ്യാറെടുക്കുന്ന സ്ഥലം, ഫീ മസ്ലഹി ഹമ്മാമിൻ എന്ന് കിതാബുകളിൽ കാണാൻ കഴിയും. ഡ്രസ്സൊക്കെ നമ്മൾ ഊരി വെക്കുന്ന ഇടണ്ടാവും ഹമ്മാമിലേക്ക് കയറുന്നതിന് മുമ്പ്. അവിടെയും നിസ്കരിക്കൽ കറാഹത്താണ്. എന്തുകൊണ്ടാണ്? അവിടെയൊക്കെ നമ്മുടെ ഔറത്ത് വെളിവാകുന്നത് കൊണ്ട് പിശാചിന്റെ സാന്നിധ്യം ഉണ്ടാകും എന്നതുകൊണ്ടാണ് കറാഹത്ത് വരാനുള്ള കാരണം. മറ്റൊന്ന്, ഫീ അൻതുനിൽ ഇബിലി, ഒട്ടകത്തെ കെട്ടുന്ന സ്ഥലം. അതിന് വെള്ളം കുടിക്കാനൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ആല എന്നൊക്കെ പറയും അല്ലെ.
അതിനെ ആല, തൊഴുത്ത് എന്നൊക്കെ പറയുന്നു. തൊഴുത്ത്, ആല എന്നൊക്കെ പറയുന്ന ഇടം, അവിടെ നിസ്കരിക്കൽ കറാഹത്താണ്. 11 വാദിൻ യുഹാഫു ഫീഹി സൈലു. സൈൽ എന്ന് പറഞ്ഞാൽ വെള്ളപ്പൊക്കം അല്ലെങ്കിൽ ഉരുൾപൊട്ടലിനെ ഭയക്കുന്ന സ്ഥലം, എന്തെങ്കിലുമൊക്കെ അപകടം പ്രതീക്ഷിക്കുന്ന സ്ഥലം എന്നാണ് പറഞ്ഞത്. ആ അപകടം പ്രതീക്ഷിക്കുന്ന സ്ഥലത്ത് വെച്ച് നിസ്കരിക്കുമ്പോൾ പൊളിഞ്ഞു വീഴാറായാലും അതിലുണ്ട്, അതിന്റെ തൊട്ട് അടുത്ത് നിസ്കരിക്കുമ്പോൾ അയാളെ ചിന്ത ഫുള്ള് എന്തായിരിക്കും? കുറച്ചാണ് ഇതെന്റെ മേലത്തേക്ക് പൊളിഞ്ഞു വീഴുമെന്നായിരിക്കും. നമസ്കാരത്തിലെ ഖുശൂ മുഴുവൻ നഷ്ടപ്പെടും. അപ്പൊ അത്തരം സ്ഥലങ്ങൾ നിസ്കരിക്കൽ കറാഹത്താണ്. മറ്റൊന്ന് അല്ലാഹുവിന്റെ അദാബ് ഇറങ്ങിയ സ്ഥലം, ഭൂമിലോകത്ത് പലയിടങ്ങളിലും അദാബ് ഇറങ്ങിയ സ്ഥലം ഇന്നും ജനങ്ങൾക്ക് പാഠമാവാൻ വേണ്ടി അവശേഷിക്കുന്നുണ്ട്. അത്തരം സ്ഥലങ്ങളിൽ നിസ്കരിക്കൽ കറാഹത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സ്ഥലത്തുകൂടെ യാത്ര പോകുന്ന അവസരത്തിൽ സുബ്ഹി ഖദാ ആയിപ്പോയി. സുബ്ഹി നിസ്കരിക്കാൻ കഴിഞ്ഞില്ല, അവർ ഉറങ്ങി, ഉറക്കം കുറച്ച് അമിതമായി പോയി. ആ സ്ഥലം അവിടെ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇനി നമ്മൾ ഇവിടെ നിസ്കരിക്കണ്ട, ഇവിടെ വിട്ടു പോകണം. ഇത് അല്ലാഹുവിന്റെ പ്രത്യേകമായ അദാബ് വന്നിട്ടുണ്ട്, പിശാച് കുടികൊള്ളുന്ന സ്ഥലമാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ആ സ്ഥലത്ത് വെച്ച് നിസ്കരിക്കാൻ പാടില്ല, അത് കറാഹത്താണ്. മറ്റൊന്ന് കഅബയുടെ മുകളിൽ വെച്ച് പുറത്ത് കയറി നിസ്കരിക്കുക. അവന്റെ അടുത്തല്ലേ, അവന്റെ മുകളിൽ കയറി നിസ്കരിക്കുക എന്നതും കറാഹത്താണ്. അപ്പൊ ഇത്തരം സ്ഥലങ്ങളിൽ വെച്ച് നിസ്കരിക്കൽ കറാഹത്താണ്. നിസ്കാരം കറാഹത്തുള്ള സ്ഥലങ്ങളാണ് പറഞ്ഞത്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പൊ നമ്മള് ഒരു ഹമ്മാമിലാണ്, ആ സമയത്താണ് നിസ്കാരം ഖദാ ആയി പോവുകയാണ്, ഇനി സമയമില്ലേ, അവിടെ നിന്ന് പോകാൻ കഴിയൂല, അല്ലെങ്കിൽ എന്തോ പ്രശ്നം നടന്നിരിക്കുകയാണ്, നമ്മളുള്ളത് എവിടെയാണ്? മസ്ബലയിലാണ്. എന്നാ പിന്നെ അവിടെ നിസ്കരിച്ചോളാം. ആ നിസ്കാരത്തിനാണ് അവിടെ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ പഠിക്കാനും പകർത്താനും നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നമസ്കാരങ്ങളിലേക്ക് വരുന്ന തെറ്റുകുറ്റങ്ങൾ അല്ലാഹു പുറത്തു തരുമാറാവട്ടെ. കുറ്റമറ്റ രീതിയിൽ എല്ലാ ഇബാദത്തുകളും ക്രമീകരിക്കാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. റഹ്മാനുറഹീമായ റബ്ബേ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങളെല്ലാം നീ അഫ്വ് ചെയ്യണേ അല്ലാഹ്, മാപ്പ് ചെയ്യണേ അല്ലാഹ്, പുറത്തു തരണേ അല്ലാഹ്. ഞങ്ങൾ പറഞ്ഞു കേട്ടതിന്റെ മിസ്ലി സവാബ് ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ബന്ധുമിത്രാദികളുടെ ഖബറിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അവരെ ഖബർ വിശാലമാക്കണേ അല്ലാഹ്. മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, അവരിൽ ജീവിച്ചിരിക്കുന്നവർക്കും ഞങ്ങൾക്കും ദീർഘായുസ്സ് ആഫിയത്തോടെ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ മരിക്കുന്ന അവസരത്തിൽ കാമിലായ ഈമാനോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ഖദർ ഖദായിൽ വല്ല വിപത്തും നീ വിധിച്ചുവെങ്കിൽ എല്ലാം തട്ടിക്കളയണേ അല്ലാഹ്. ഇന്നത്തെ ദിവസം നല്ല റാഹത്തിന്റെ സന്തോഷത്തിന്റെ ദിവസമാക്കണേ അല്ലാഹ്. നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. കിട്ടുന്ന എല്ലാ സമ്പാദ്യങ്ങളിലും ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. എന്നൊരുപാട് ഖൈറായ പ്രവർത്തനങ്ങളിൽ ഭാഗവാക്കാവാൻ, തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള ഈമാനിക കരുത്ത് ഖുവത്ത് നൽകണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على سيدنا محمد وآله وسلم. سبحان ربك رب العزة عما يصفون، سلام على المرسلين والحمد لله رب العالمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم.